വടക്കാഞ്ചേരിയിലെ ഡ്രൈവറായ വിൻസെന്റിന്റെയും ജിം ട്രെയിനറായ ജിപ്സിയുടെയും 3 മക്കളിൽ രണ്ടാമത്തവളായിരുന്നു നവോമി എന്ന 23-കാരി. പഠിക്കാൻ മിടുക്കി. PG പഠനം പൂർത്തിയാക്കി കഴിഞ്ഞ് ജോലിക്കായുള്ള ശ്രമത്തിലായിരുന്നു അവൾ. ഒടുവിൽ സൈക്കോളജിയിൽ പഠനം പൂർത്തിയാക്കിയ നവോമിക്ക് തിരുവനന്തപുരത്ത് ജോലി കിട്ടി. അതിന്റെ സന്തോഷത്തിലായിരുന്നു കുടുംബം. കഷ്ടപ്പാടുകൾക്കൊടുവിൽ മക്കൾ ഓരോരുത്തരായി ജീവിത വിജയം നേടുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു വിൻസെന്റും ജിപ്സിയും. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ജോലിസ്ഥലത്ത് നവോമിയെ എത്തിക്കാനുള്ള യാത്ര അവളുടെ മരണത്തിലേക്കാണ് കുടുംബത്തെ കൊണ്ടുചെന്നെത്തിച്ചത്. 4 നാൾ മുമ്പാണ് കൊട്ടാരക്കര വാളകത്ത് വെച്ച് ദാരുണമായ ഈ അപകടം ഉണ്ടായത്. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു നവോമിയും അമ്മ ജിപ്സിയും സഹോദരൻ ജോയലും. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന പാഴ്സൽ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ നവോമിക്ക് അതീവ ഗുരുതരമായാണ് പരിക്കേറ്റത്. കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ചികിത്സകളും പ്രാർത്ഥനകളുമെല്ലാം വിഫലമാക്കി നവോമിക്ക് ഇന്നലെ രാവിലെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 4 ദിവസമാണ് ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് നവോമി കിടന്നത്. അവളുടെ തിരിച്ചുവരവിനായി കുടുംബവും കൂട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം ഒന്നടങ്കം പ്രാർത്ഥനയിലായിരുന്നു. എന്നാൽ ആ പോരാട്ടങ്ങളെല്ലാം അവസാനിപ്പിച്ച് മരണത്തിലേക്ക് പോവുകയായിരുന്നു നവോമി വിൻസെന്റ്. ഗോഖോ താരമായിരുന്ന നവോമി രേഷ വിജയൻ പ്രധാന വേഷത്തിൽ എത്തിയ അമിതാഭ് ബൈജുവും അഭിനയിച്ച ഗോഖോ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയധികം സജീവവുമാണ്. നവോമിയുടെ മരണവിവരം അറിഞ്ഞ് അമിതാഭ് ബൈജു പങ്കുവച്ച ചിത്രമാണ് നവോമിയുടെ വേർപാട് ആരാധകരെയും അറിയിച്ചത്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും സൈക്കോളജിയിൽ PG ബിരുദം നേടിയ നവോമി ആദ്യ ജോലിക്കായി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി പുല്ലാനിക്കാട് വാണിയം കിഴക്കൽ വിൻസെന്റിന്റെ മകളാണ് നവോമി. ഈ മാസം 25-ാം തീയതിയാണ് കൊട്ടാരക്കര വാളകത്ത് വെച്ച് ഇവർ സഞ്ചരിച്ച കാറും പാഴ്സൽ ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നവോമി. 24-ന് രാത്രി അമ്മ ജിപ്സിയും സഹോദരൻ ജോയലും ചേർന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴാണ് പുലർച്ചെ 4 മണിയോടെ അപകടം സംഭവിച്ചത്. അപകടത്തിൽ അമ്മയ്ക്കും സഹോദരനും പരിക്കേറ്റിരുന്നു. ഇരുവരെയും തൃശൂർ അശ്വിനി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. അച്ഛൻ വിൻസെന്റ് ഡ്രൈവറാണ്, അമ്മ ജിപ്സി ജിം ട്രെയിനറും. സഹോദരി ഏഞ്ചൽ എറണാകുളത്ത് അധ്യാപികയായി ജോലി ചെയ്യുകയാണ്. അനുജൻ ജോയൽ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. അതേസമയം നവോമിയുടെ അവയവങ്ങൾ ദാനം ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. സഹോദരി ഏഞ്ചൽ ആഗ്രഹം പ്രകടിപ്പിച്ചതോടെയാണ് അതിനുള്ള നീക്കം തുടങ്ങിയത്. ഹൃദയം കൊച്ചി ലിസി ആശുപത്രിയിലെ ഒരാൾക്കാണ് ദാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അവയവദാന പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തവർക്കാണ് മറ്റ് അവയവങ്ങൾ നൽകുക. കരൾ, കണ്ണുകൾ, വൃക്കകൾ എന്നിവയും മാറ്റാൻ അനുവാദം നൽകിയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അവയവം മാറ്റലും പോസ്റ്റ്മോർട്ടം നടപടികളുമെല്ലാം പൂർത്തിയാക്കിയ ശേഷം ബുധനാഴ്ച വടക്കാഞ്ചേരിയിലാണ് സംസ്കാരം നടക്കുക.